നമസ്കാരം. സുഭാഷിതം. ലോഭാവിഷ്ടോ നരോ വിത്തം വീക്ഷതേന സ ചാപദം ദുഗ്ധം പശ്യതി മാർജാരോ ന തഥാ ലഘുടാഹിതം. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്, പൂച്ച വടികൊണ്ടുള്ള അടി കിട്ടുന്നതറിയാതെ പാൽ മാത്രം കാണുന്നത് പോലെ അതിമോഹിയായ മനുഷ്യൻ ധനം മാത്രമേ കാണുന്നുള്ളൂ, ആപത്തുകൾ കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം കൂടി. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പൂച്ച പാല് കുടിക്കുന്നത്. എല്ലാ സമയവും പൂച്ച പാല് കുടിക്കുന്നത് കണ്ണടച്ചാണ്. അതെന്താണെന്ന് അറിയില്ല, പൂച്ചയ്ക്കേ അറിയത്തുള്ളൂ. പക്ഷേ പൂച്ച അങ്ങനെ പാല് കുടിക്കുന്നത് കാരണം അത് മോഷണമാണ്. പൂച്ചയ്ക്ക് പാല് കൊടുത്താലും പൂച്ച കണ്ണടച്ചാണ് പാല് കുടിക്കുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം പൂച്ച പാല് കട്ട് കുടിക്കുമ്പം അടിക്കുമല്ലോ അതിനെ മനുഷ്യർ തീർച്ചയായിട്ടും അടിക്കും. അപ്പോൾ വടി കൊണ്ടുള്ള അടി കിട്ടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാതാണ് പൂച്ച പാല് കുടിക്കുന്നത്. കാരണം പൂച്ചയ്ക്ക് തിരിച്ചറിവില്ല, വിവേകമില്ല, അത് മൃഗമാണ്. ഇതേപോലെയാണ് അതിമോഹിയായ മനുഷ്യർ ധനസമ്പാദനത്തിന് വേണ്ടി, എത്രമാത്രം പണം സമ്പാദിക്കാമോ അതിനുവേണ്ടി എന്ത് ഹീനവൃത്തികളിലും ഏർപ്പെടും. ഏതെങ്കിലും ഒരു വലിയ ധനം നമ്മുടെ മുമ്പിലുണ്ട്, ചിലപ്പോൾ ആരെങ്കിലും കൊന്നെങ്കിലും കാശ് കിട്ടുമെങ്കിൽ അങ്ങനെയും മുതിരുന്ന മനുഷ്യരുണ്ട് ഇന്ന് ഈ ലോകത്ത്. അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ പുറകിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന്, ആ ഭവിഷ്യത്തുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ പണത്തിൻ്റെ അതിമോഹിയായ മനുഷ്യൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ അവൻ വലിയ വിപത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. ഇപ്പം മോഷണം, മറ്റുള്ള കൊലപാതകങ്ങൾ, മറ്റുള്ള വിഷയങ്ങളൊക്കെ അതിൻ്റെ പുറകിലുള്ള എന്തെങ്കിലും പണത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവസാനം അദ്ദേഹം ചെന്നെത്തുന്നത്, ഈ കള്ളനായാലും അല്ലെങ്കിൽ ഈ കൊലപാതകിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അതിമോഹി എന്നുള്ള പദം അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. അതിമോഹിയായ മനുഷ്യൻ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വിപത്തുകളും അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് എന്ന് ഈ സുഭാഷിതം മനസ്സിലാക്കി തരുന്നു. നമസ്തേ.